ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നോമ്പിന് ചെയ്ത ചെറിയൊരു പർച്ചേസിംഗ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞങ്ങൾ ആദ്യം മന്തി ടൈപ്പ് റൈസൊക്കെ ഉണ്ടാക്കാൻ ആയിട്ടുള്ള ബസ്മതി റൈസ് എടുക്കാനായിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം അധികം നാളൊന്നും നിൽക്കാത്തതുകൊണ്ട് തന്നെ അത്ര വല്ലാണ്ടുള്ള പാക്കൊന്നും എടുത്തില്ല. ചെറിയൊരു 2 കിലോൻ്റെ ടിൽഡയുടെ റൈസാട്ടോ എടുത്തത്. ടിൽഡഡ് റൈസ് നല്ല റൈസാണ്. അപ്പോൾ അതെടുത്തു. പിന്നെ നമുക്ക് ഫിഷ് നോക്കണം. കുട്ടികൾക്ക് നോമ്പായാലും കുട്ടികൾക്ക് എന്തെങ്കിലും ഫിഷ് നോമ്പിന് അങ്ങനെ ചിലവാകില്ലെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഉച്ചയ്ക്ക് മീൻ പൊരിച്ച് കൊടുക്കാനോ അങ്ങനെയൊക്കെ ആയിട്ട് ഫിഷ് നോക്കാൻ വന്നതാട്ടോ. ചാളാണോ? ചെറിയ മീനുകൾ കുറവായിരുന്നു കേട്ടോ. ചാള അയിലം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അയില വാങ്ങിയിട്ടാണ്. പിന്നെ ഞങ്ങൾ എല്ലാവരും നോമ്പിന് വാങ്ങുന്ന ഒരു സാധനം ഉണ്ടല്ലോ, സബ്ജാ സീഡ്. അപ്പോൾ അത് ഇങ്ങനെ നോക്കാണ്. ഇതെടുത്തോ? പിന്നെ നോമ്പിന് താരങ്ങളായ മൈദ ബ്രെഡ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ്. പിന്നെ ഇത് കണ്ടില്ല, ലിവർ ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ. നമ്മളെ ചിക്കൻ്റെ ലിവർ ഉണ്ടല്ലോ, അതൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കണം. അപ്പോൾ ഞങ്ങൾ ചിക്കൻ്റെ ബ്രസ്റ്റ് മാത്രമായിട്ട് വാങ്ങുകയാണെങ്കിൽ അങ്ങനെ വാങ്ങാമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ബ്രസ്റ്റ് പീസ് നമുക്ക് സ്നാക്കിനൊക്കെ അതാണല്ലോ ആവശ്യം. അപ്പോൾ അങ്ങനെ നോക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടാട്ടോ മാങ്കോസ്റ്റ്. അപ്പോൾ അത് ഓഫറിന് പൊതുവേ അതിന് നല്ല വിലയാട്ടോ. ഓഫറിൻ്റെ ടൈമിൽ മാത്രമേ അത് വാങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ അത് ഒരു ചെറിയൊരു പാക്ക് നോക്കി വാങ്ങി. പിന്നെ തണ്ണിമത്തൻ്റെ ഒക്കെ ഒരു വലുപ്പം നോക്കി, നല്ല വലിയ തണ്ണിമത്തനാണ്. പക്ഷേ തണ്ണിമത്തൻ ഞങ്ങൾ അങ്ങനെ ഹോളായിട്ട് വാങ്ങാറില്ല കേട്ടോ, മുറിച്ചിട്ടാണ് പൊതുവേ വാങ്ങാറ്. പിന്നെ ക്യാരറ്റ്, ബീൻസ് അങ്ങനത്തെ കുറച്ച് പച്ചക്കറി ഐറ്റംസ് ആവശ്യമുണ്ട്. പിന്നെ നോമ്പിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈത്തപ്പഴം വാങ്ങാറുണ്ട്. ഈത്തപ്പഴത്തിൻ്റെ ഒരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെ ഇപ്പോൾ ലുലുവിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ തരം ഈത്തപ്പഴം എവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ട് അവിടെ നിന്നൊക്കെ. ഇപ്പോൾ അജ്വ മുതൽ പിന്നെ നമുക്ക് പേരറിയാത്ത കുറേ ഈത്തപ്പഴങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾ ഏകദേശം ഒരു കുറച്ച് എന്താ പറയുക, നമ്മൾ വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള, കാരണം ഈത്തപ്പഴത്തിന് പലതിനും പല റേറ്റ് ആണല്ലോ. അപ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളത് ടേസ്റ്റ് ഉള്ളത് നോക്കിയിട്ട് അങ്ങനെ വാങ്ങിയിട്ടാണ്. പിന്നെ സവോള, തക്കാളി, വെളുത്തുള്ളി, അതൊക്കെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. നാട്ടിൽ ആർക്കും വേണ്ടാണ്ട് കിടക്കുന്ന പാഷൻ ഫ്രൂട്ടിന് ഇവിടെ 3 റിയാൽ 4 റിയാലൊക്കെ ഉള്ള കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത്. നോക്കി 3 റിയാൽ 900, അതായത് 4 റിയാൽ ഏകദേശം റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത്രയും കോസ്റ്റ്ലിയാണ്. പുറത്തൊക്കെ പാഷൻ ഫ്രൂട്ടിന് ഭയങ്കര വിലയാണ്. നാട്ടിൽ നമുക്ക് വേണ്ടാന്നല്ല, എന്നാലും നമുക്ക് സുലഭമായി അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമല്ലേ പാഷൻ ഫ്രൂട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കാണിച്ചു തന്നെ കേട്ടോ. പിന്നെ തൈര്, പാല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണം. സ്വിറ്റ്സിൻ്റെ എല്ലാ
ഷീറ്റും എടുക്കും കേട്ടോ. ഈ സമൂസ ഷീറ്റ്, പഫ്സിൻ്റെ ഷീറ്റ്, പിന്നെ സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റ്, അങ്ങനെ എല്ലാവിധ ഷീറ്റും ഞങ്ങൾ എടുക്കാറുണ്ട്. ചിലപ്പോൾ ഉണ്ടാക്കിയില്ലെങ്കിലും അത് എടുത്ത് കൈ പിടിക്കാറുണ്ട്. അതെന്തായാലും മസ്റ്റാണല്ലോ, ചിലപ്പോഴൊക്കെ ഉണ്ടാക്കുള്ളൂ. എപ്പോഴും ബാക്കി വരുന്ന ഒരു സാധനം കേട്ടോ സമൂസ ഷീറ്റ്. കുറച്ചൊക്കെ ഉണ്ടാക്കും, ബാക്കി അങ്ങോട്ട് കളയേണ്ടി വരും. പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ സ്പ്രിംഗ് റോളിനായിട്ട് വലിയ 3 പാക്കായിട്ടുള്ള ഷീറ്റാട്ടോ സ്പ്രിംഗ് റോളിൻ്റെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ബ്രാൻഡ് എടുത്തു. സ്വിറ്റ്സാണ് നല്ലത്, പക്ഷേ അത് സിംഗിളായിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഷോപ്പിംഗ്.